ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ലൈവിൽ വരാൻ കാരണം 15-ാം തീയതി മുതൽ UDF സർക്കാർ നേരത്തെ പറഞ്ഞതനുസരിച്ച് പ്രിയദർശിനി പദ്ധതി അഥവാ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ 15-ാം തീയതി സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകും എന്നുള്ളത് നടപ്പിലാക്കാൻ കഴിയും. നിരവധി വിവാദങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, നമുക്കറിയാം. ഏതായാലും അവരവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചു എന്ന് നമുക്ക് പറയാം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ തിങ്കളാഴ്ച KSRTC തടയും എന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല അവർ പുരുഷന്മാർക്കും സൗജന്യം വേണം എന്ന് പറയും. അപ്പോൾ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരിക്കലും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയില്ല. സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുന്നത് ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല. ഏതായാലും സ്ത്രീകൾക്ക് സൗജന്യം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അവരതിന് അർഹരാണ്. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, അത് പാലിക്കാൻ നിർബന്ധിതരുമാണ്. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഇത് സംബന്ധമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ അവർ പറയുന്ന ജെൻഡർ ഈക്വാലിറ്റി നടപ്പിലാക്കണം, എല്ലാവർക്കും സൗജന്യം വേണം, പ്രായമായ സ്ത്രീകൾക്ക് മാത്രം KSRTCകളിൽ സൗജന്യം നൽകിയാൽ മതി, അതുപോലെ പ്രായമായ പുരുഷന്മാർക്ക് എന്തുകൊണ്ട് സൗജന്യം നൽകുന്നില്ല എന്ന് ചോദിക്കുന്നു. മറുഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ആരോപണം KSRTC അല്ലെങ്കിൽ തന്നെ കടത്തിലാണ്, പിന്നെ എങ്ങനെയാണ് സൗജന്യം നൽകുക എന്ന് ചോദിക്കുന്നു. ഏതായാലും ഇത് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് കാരണമായിട്ടുണ്ട്. ജനകീയമായ പദ്ധതികൾ എതിർപ്പുണ്ടാവുക സ്വാഭാവികമാണ്. ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ പ്രകടന പത്രികയിൽ വെച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. നമ്മളത് സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് വെറുതെ വിവാദമുണ്ടാക്കി അവിടെ ഈക്വാലിറ്റി വേണം, അല്ലെങ്കിൽ അതൊരു കാറ്റഗറൈസ് ചെയ്യണം, എല്ലാവർക്കും സൗജന്യം കൊടുക്കേണ്ടതില്ല, വരുമാനമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട്, അതൊന്നും പറയേണ്ട കാര്യമില്ല. ഏതായാലും അത് നടപ്പിലാക്കട്ടെ. എന്നിട്ട് എന്താവും എന്ന് നമ്മളൊന്ന് നോക്കുക. പിന്നെ ഈ കടത്തിലാവുമെന്ന് പറയുന്നല്ലോ, ഏതാണ് കടമെടുക്കാതെ ഓടുന്ന ഒരു സംവിധാനം? നമുക്കറിയാം, പൊതുമരാമത്ത് മേഖല. അതുപോലെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു, ഖജനാവിൽ ആകെ കാലിയായി നിൽക്കുകയാണ്, അതിനാത്രം കടമെടുത്തിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ തന്നെ കടമാണ്. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കുമ്പോൾ, ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനസ്സിലാവുന്നത് പല കാര്യങ്ങളും നമുക്ക് സൗജന്യമായിട്ട് നൽകാൻ കഴിയും എന്നുള്ളതാണ്. ഒരു സർക്കാരിന് കഴിയും, അതെന്തുകൊണ്ടോ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ നമുക്കറിയാം പല സൗജന്യങ്ങളുമുണ്ട്. അതുപോലെ ഇൻഷുറൻസ് ആയാലും, വാടകയുടെ കാര്യമായാലും, പാചകവാതകം, ഇൻ്റർനെറ്റ്, ഇതൊക്കെ തന്നെ സൗജന്യ നിരക്കിൽ നൽകാൻ കഴിയും. അപ്പോൾ ഏതായാലും ഗവൺമെൻറ് സംവിധാനങ്ങൾ അവർ അത് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഏതായാലും സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഈ സൗജന്യ യാത്ര, അതിന് ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ KSRTC ഇനി അഥവാ നഷ്ടത്തിലാവുകയാണെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ വേറെ കണ്ടെത്തണം. നമുക്കത് ചർച്ചയിലൂടെ അത് പരിഹരിക്കാവുന്നതാണ്. ഈ മെൻസ് അസോസിയേഷൻ പോലുള്ള ആളുകളും പല കാര്യങ്ങളും അവർ ഉന്നയിക്കുന്നത് വളരെ ശക്തമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ആൺ പെൺ ശത്രുത വളർത്തിയെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പല നിയമങ്ങളും നമുക്കറിയാം, ഏകപക്ഷീയമായ നിയമങ്ങൾ, പല കാര്യങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എങ്കിലും ഒരു സമവായത്തിലൂടെ ചർച്ച ചെയ്യാനുള്ളത് ചർച്ച ചെയ്ത്
ആളുകൾ അംഗീകരിച്ച് തള്ളിക്കളയാനുള്ളത് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. See you.